ഹലോ ഫ്രണ്ട്സ്, മഴതൂരി മുംബൈയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രാജീവനും ശിവനും ഗംഗനും കൂടെ സംസാരിക്കുന്ന കൂട്ടത്തിൽ പിന്നെ ഗംഗൻ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ എന്തൊക്കെയായാലും നമ്മുടെ ബാലചന്ദ്രനെ ഇതിൽ കൂടുതൽ പറഞ്ഞു തിരുത്താനൊന്നും കഴിയില്ല. എന്തായാലും അയാളുടെ ഭാഗത്താണ് ന്യായമുള്ളത്. വൈജ ഹോസ്പിറ്റലിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ വൈജയുടെ സ്വഭാവം വീണ്ടും പഴയ പോലെ ആവും. എങ്ങനെയെങ്കിലും അതിലൊരു തടയിട്ടേ പറ്റത്തുള്ളൂ. അതൊക്കെ പോട്ടെ, ഇനിയിപ്പോൾ ഞാനിന്ന് ഇറങ്ങുകയാണല്ലോ. തൊട്ടുപിറകെ നിങ്ങളും നാളെ മറ്റന്നാളൊക്കെ പോവുമല്ലേ. എനിക്ക് പ്രധാനപ്പെട്ടൊരു കാര്യം നിങ്ങളോട് പറയാനുള്ള എന്താണെന്ന് വെച്ചാലേ, ഇപ്പോൾ പിള്ളേരുടെ കാര്യമാണ്. അച്ഛനും അമ്മയും തമ്മിൽ വഴക്കും കാര്യങ്ങളൊക്കെ ആകുമ്പോഴത്തേക്കും മക്കൾ ഏതെങ്കിലുമൊക്കെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞ് കഴിച്ചു തീർന്നിട്ട് കാമം, ഫ്രണ്ട്ഷിപ്പ്, പിന്നെ മയക്കുമരുന്ന്, ഇങ്ങനെ ഓരോന്നിൽ പോയി ചാടും. മയിൽ കുഴിച്ചിട്ടിരിക്കുന്നത് പോലെ ഓരോന്നും ഇങ്ങനെ കുഴിച്ചിട്ടുണ്ടാവും ഇവർ പോകുന്ന സ്ഥലത്ത് അപകടങ്ങൾ. അപ്പോൾ അതിലൊക്കെ ചെന്ന് വീഴാതെ നിങ്ങൾ വേണം അവരെ നോക്കാനായിട്ട്, പിള്ളേരുടെ കാര്യം. പിന്നെ വേറൊരു കാര്യം കൂടെ ഞാൻ നിങ്ങളോട് പറയാൻ വിട്ടിട്ടുണ്ട്. അമ്മയുടെ കാര്യമാണ്. അമ്മയ്ക്ക് ചെറിയൊരു താങ്ങ് കിട്ടിയാൽ അമ്മയ്ക്ക് എണീറ്റ് നടക്കാൻ പറ്റും. ആ പിള്ളേരെ കൊണ്ടുവിടുമല്ലോ നമ്മൾ. ബബിതയും രോഹിത്തിനെ എന്തായാലും അവിടെ കൊണ്ട് വിട്ടേ പറ്റുള്ളൂ. ആ സമയത്ത് അമ്മയും കൂടെ നിങ്ങൾ അവിടെ കൊണ്ട് വിട്ടേക്ക്. അല്ല, അവൾക്കറിയാമല്ലോ ഇതാരാ എന്താന്നുള്ള. അമ്മയ്ക്കല്ലേ അറിയാത്തത്. അല്ലെങ്കിലും അമ്മയെ അവൾ നല്ലപോലെ നോക്കും. സത്യം പറഞ്ഞ ആ കുടുംബം നേരെ ചൊവ്വയെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരാളേ ഉള്ളൂ, അത് അലീനയാണ്. എന്ത് ചെയ്യാം, അവളെ ഇപ്പോൾ അവിടെ നിന്ന് ഒഴിവാക്കി വിടേണ്ട ഒരു ഗതികേടില്ല നമുക്കിപ്പോൾ. എന്തൊക്കെയാണ് എനിക്ക് എന്നെ അറിയില്ല എന്നിങ്ങനെ പറയാട്ടോ. അപ്പോൾ രാജീവൻ അങ്ങോട്ട് മാറി നിന്നിട്ട് ചോദിക്കുകയാണ് വളരെ സങ്കടത്തോടുകൂടി, ഏട്ടാ ഇതിലിപ്പോൾ ആർക്കാ ശരിക്കും തെറ്റുപറ്റിയത്? ഞങ്ങൾക്കാണോ അതോ വൈജിക്കാണോ തെറ്റുപറ്റിയത്? അച്ഛനും രാവണി അവരാണോ കുറ്റക്കാർ, അതോ അലീനയാണോ? ആലോചിച്ചാൽ ഒരെത്തും പിടിയും കിട്ടുന്നില്ലല്ലോ. ഗംഗം വന്ന് പറയണ്ട. ഒരു കാര്യം ഓർത്താൽ ബാലചന്ദ്രനും അലീനയും മാത്രമാണ് ഇതിലേറ്റവും കൂടുതൽ നീതി കിട്ടേണ്ടവർ. നീതി കിട്ടാതെ പോയതും അവരാണ്. അതൊക്കെ പോട്ടെ. പിന്നെ ഞാൻ എന്നാലും അമ്മയൊന്ന് കാണട്ടെ. അമ്മയെ കണ്ട് യാത്ര പറഞ്ഞിട്ട് വേണം എനിക്ക് പോകാനായിട്ട്. അങ്ങനെ നേരെ അമ്മയുടെ മുറിയിലേക്ക് ഗംഗേട്ടൻ വരുവാണ്. അമ്മ എന്തോ വായിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഡോറ് തുറന്ന് എത്തി നോക്കുമ്പോൾ, മോനെ നീയോ, കയറി വാടാ, നീ എന്താ അവിടെ നിന്ന് കളഞ്ഞത്? അമ്മേ ഞാൻ പോവാ. എടാ നിന്ന് പോവാണോ? ദിവസം എത്രയായമ്മേ? അതൊക്കെ ശരിയാ, പക്ഷേ ഇന്നലെ വന്നതുപോലെയാ നീ നോക്കുന്നത്. അതൊക്കെ ശരിയാ, പക്ഷേ ഞാൻ പെട്ടെന്ന് വന്നതല്ലേ അമ്മേ. എന്തായാലും നീ വന്നത് വളരെ നന്നായി. നീ വന്നതുകൊണ്ടാണല്ലോ പ്രശ്നങ്ങൾ വലിയ ഇതൊന്നും ഇല്ലാതെ ഇങ്ങനെ അങ്ങ് പോയത്. ഇപ്പം തന്നെ കണ്ടില്ലേ, ഇല്ലെങ്കിൽ ഇവിടെ എന്തെല്ലാം സംഭവിച്ചേനും. അതെല്ലാം സോൾവ് ചെയ്തല്ലോ. ഇനി അമ്മ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ബൈജയെ വേണ്ട പോലെ ഉപദേശിച്ച് നിലയ്ക്ക് നിർത്താൻ നോക്കണം. അവൾ ചിലപ്പോൾ കടുത്ത തീരുമാനങ്ങളൊക്കെ എടുത്തെന്ന് വരും. നമ്മൾ സപ്പോർട്ട് ചെയ്യണം. അവൾക്ക് ഡിവോഴ്സ് ചെയ്യണം, മാറി താമസിക്കണം എന്നൊക്കെ തോന്നും. പക്ഷേ അതൊക്കെ നമ്മളെല്ലാവരും കൂടെ പറഞ്ഞ് തിരുത്തണം. എടാ, ഞാൻ പറയാൻ പറ്റുന്നത് പോലെ എല്ലാം പറയാം. അവൾക്ക് കുറച്ച് ഈഗോ കൂടുതലാണ്. ബാലചന്ദ്രനോട് മല്ലടിക്കാൻ നിൽക്കരുതെന്ന് അവളോട് പറയണം. അതിനുള്ള യോഗ്യത അവൾക്കില്ല. പിന്നെ ഇനി അലീന ബാലചന്ദ്രൻ്റെ മകളാണെങ്കിൽ പോലും അവൾക്കതിനുള്ള യോഗ്യതയില്ല. ഇത് സ്വയം അവൾ അറിയണം. എന്നിട്ട് വേണം മറ്റുള്ളവരെ വിധിക്കാനായിട്ട്. ഇതൊക്കെ അമ്മ പറഞ്ഞു കൊടുക്കണം. ഇടയ്ക്കിടയ്ക്ക് അവളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെ ഇരിക്കണം. നീ പോയിട്ട് ഇനി എന്നാ മോനെ വരുന്നത്? വരാതെ പറ്റില്ലല്ലോ. വരും. പ്രശ്നങ്ങൾ തീർന്നിട്ടില്ല. അമ്മ കടപ്പാട്ട് പോയി താമസിക്കണം. അതെങ്ങനെയാടാ? ഇപ്പോൾ അവിടെ ഇപ്പോൾ വൈജയന്തി ഇല്ല, പിന്നെ എങ്ങനെ ഞാൻ അവിടെ പോയി താമസിക്കുന്നത്? അതൊന്നും ബാലചന്ദ്രനൊരു വിഷയമൊന്നുമില്ല. അവിടെ അലീനയുണ്ടല്ലോ അമ്മയെ നോക്കാൻ. ധൈര്യമായിട്ടിരിക്കുക. എടാ, അവളിപ്പോൾ ബാലചന്ദ്രൻ്റെ മകളല്ലേ? അതൊക്കെ ശരിയായിരിക്കും. പക്ഷേ അമ്മ അങ്ങനെയൊന്നും വിചാരിക്കണ്ട. അവൾ അങ്ങനെ ഒരു പെണ്ണല്ലല്ലോ. അങ്ങനെ ചിന്തിക്കാണെന്ന് നിൽക്കണ്ട. അവൾക്ക് കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. സാരമില്ല. പിന്നെ ഇവിടെ നിൽക്കുന്നതിലും കാര്യം അമ്മയ്ക്ക് അവിടെ നിൽക്കുന്നത് തന്നെയാണ്. ഞാൻ ഇറങ്ങട്ടെ അമ്മേ. ഇനിയിപ്പോൾ പോകുന്ന വഴി കടപ്പാട്ടൂരും കൂടെ ഒന്ന് കയറിയിട്ട് വേണം പോകാൻ. അങ്ങനെ ഗംഗാധരൻ അവിടുന്ന് നേരെ യാത്ര പറഞ്ഞ് ഇറങ്ങുവാണ്. മനുവാണ് കൊണ്ടാക്കാന്നൊക്കെ പറയുന്നത് കാറിലും എയർപോർട്ടിലൊക്കെ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നേരെ കടപ്പാട്ടൂരേക്ക് ചെല്ലുവാണ്. മനുവാണ് ആദ്യം ചെന്ന് കയറുന്ന കേട്ടോ. അലീനയാണ് ഡോറൊക്കെ തുറക്കുന്നത്. അലീനെ കാണുമ്പോൾ തന്നെ എന്താ സുഖാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അലീനയ്ക്ക് മനുവിനെ കാണുമ്പോൾ പഴയ പോലെയൊന്നുമില്ല, ഇപ്പം ചെറിയൊരു ഇതൊക്കെ തോന്നുന്നുണ്ട്. അങ്ങനെ ഉടനെ തന്നെ ഗംഗാധരന് കയറി വന്നിട്ട് ചോദിക്കുകയാണ്, എന്താ അലീന സുഖാണോ? സുഖാണ്. ബാലചന്ദ്രൻ എവിടെ? അച്ഛൻ മോളില്ല. എന്താ മോളിൽ? താഴോട്ടൊന്നും ഇറങ്ങി വന്നിട്ടില്ലേ? അതെന്താ അയാൾ ഇപ്പോഴും മുകളിലാണോ? താഴെ മുറിയുണ്ട്. ഞാനും ചോദിച്ചിരുന്നു അച്ഛനോട്. അപ്പം അച്ഛൻ പറയുന്നു അത് വേറൊരാൾക്ക് വേണ്ടി ഒഴിച്ചിട്ടേക്കുവാന്ന്. ആരാ? അല്ല, ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ ആളുണ്ടല്ലോ, അവർക്ക് വേണ്ടിയിട്ടാണെന്നാ അച്ഛൻ പറയണത്. അത് ശരി. അതിന് മുറിക്ക് മാത്രമല്ലല്ലോ ഒരിടം വേണ്ടത്, മനസ്സിലും വേണ്ടേ ഒരിടം. അപ്പോൾ അലീന ഒരു വല്ലാതാവുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഗംഗാധരൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എന്തായാലും ബാലചന്ദ്രനെ കാണാനായിട്ട് മേളിലോട്ട് പോട്ടെ എന്ന് പറഞ്ഞാൽ അയാൾ കയറി പോവാണ്.
അപ്പോൾ കൃഷ്ണമോൾ അങ്ങോട്ട് വരുവാണ്. മനുവേട്ടാ സുഖമാണോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ കൃഷ്ണമോളോടും കുശലമൊക്കെ ചോദിക്കുകയാണ് കേട്ടോ ഗംഗാധരൻ. നീ എന്താ മോളെ പഠിക്കുന്നത്, നന്നായിട്ട് പഠിക്കണം എന്നൊക്കെ പറഞ്ഞ്. എന്നിട്ട് മനുവിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് അലീന ചോദിക്കുന്നുണ്ട്, ചായ എടുക്കട്ടെ? എടുത്തോ, ചായ എടുത്തോ. പിന്നെ ഇവിടെ എങ്ങനെയുണ്ടടി, സുഖമാണോ എന്നൊക്കെ കൃഷ്ണയോട് ചോദിക്കുന്നുണ്ട് കേട്ടോ മനു. അത് കഴിഞ്ഞിട്ട് അടുക്കളയിൽ ചായ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അലീന. ആ സമയത്ത് നമ്മുടെ മനു അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. ഇതൊക്കെ കണ്ടും കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, എന്താ മനോട്ടാ മിണ്ടാതെ നിൽക്കുന്നത്? കൊല്ലപ്പള്ളിയിലുള്ളവർക്ക് ഇപ്പോൾ എങ്ങനെയാണ്, എന്നോട് ദേഷ്യമാണോ? അല്ല, അവിടെ ഉള്ളവർക്ക് കുറച്ച് പേർക്കൊക്കെ ഇപ്പോൾ കാര്യങ്ങൾ മനസ്സിലായതുകൊണ്ട് അവരൊക്കെ സമാധാനപരമായിട്ട് പോകുന്നുണ്ട്. നിന്നോട് ഇനി വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷേ അവിടെ ചില തീവ്രവാദികളും ഉണ്ട്. അയ്യോ, അതാരാണ്? അങ്ങനെ ടെററായിട്ട് കുറച്ച് പേരുണ്ട്. അത് അവിടെ ഇപ്പോൾ ആരാന്ന് എനിക്കറിയില്ലേ. ബബിതയും രോഹിത്തും പിന്നെ എൻ്റെ അമ്മയും ഹരിയും ഒക്കെ, അവർക്കൊന്നും കാര്യങ്ങൾ അറിയില്ലല്ലോ. അപ്പോൾ അവരൊക്കെ ഭയങ്കര ടെററായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. മുത്തശ്ശിയോ? മുത്തശ്ശിക്ക് ചില കാര്യങ്ങളൊക്കെ അറിയാം. എന്നാലും അലീന ബാലചന്ദ്രൻ്റെ മോള് തന്നെയാണ്, അങ്ങനെയാണ് ഇരിക്കുന്നത്. കൊല്ലപ്പള്ളിക്കാർക്ക് എന്നോടുള്ള വിരോധം മാറിയല്ലോ, അത് തന്നെ വലിയൊരു ആശ്വാസമല്ലേ എന്നൊക്കെ പറഞ്ഞ് ചായ എല്ലാം ഇട്ട് കൊടുക്കാൻ കേട്ടോ. എന്നിട്ട് മനുവിന് ചായ കൊടുത്തിട്ട് അലീന ചോദിക്കണം, അതെ മനുവേട്ടനെ 3-4 ദിവസമായിട്ട് ഇവിടെ കാണാനേ ഇല്ലായിരുന്നല്ലോ. അയ്യോടി, എന്നെ കാത്തിരിക്കുന്ന ആൾ ഇവിടെ വരുമ്പോൾ മാത്രമാണ് ചിരിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. ഞാൻ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ ഷട്ടർ ചെയ്യും. പിന്നെ ഒരു മിസ്ഡ് കോൾ പോലും ഇല്ല. പിന്നെ ഓർത്തിട്ട് വേണ്ടേ? അങ്ങനെ പറയല്ലേ മനുവേട്ടാ. ഞാൻ ഓർക്കാറുണ്ട് എപ്പോഴും, ദിവസവും, ഓരോ ദിവസവും എത്രയോ പ്രാവശ്യം ഞാൻ ഓർക്കാറുണ്ട്. റിയലി സത്യമായിട്ടാണോ നീ പറയുന്നത് എന്ന് മനു ചോദിക്കുകയാണ്. അതെ, സത്യം തന്നെയാണ്. മനുവിന് ചെറിയൊരു നാണം വരുന്നു കേട്ടോ. കാണാൻ തോന്നാറുണ്ട് എന്നെ. അതെന്താ അങ്ങനെയെന്ന് പറഞ്ഞുകൊണ്ട് അലീന അന്തം വിട്ട് നോക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് അലീനയുടെ മുഖം അങ്ങ് വിളറിപ്പോയി അത് ചോദിക്കുമ്പോൾ, നാണം കൊണ്ട്. അത് കഴിഞ്ഞ് വീണ്ടും നമ്മുടെ മനുവാണെങ്കിൽ അലീനയുടെ കൈ എടുത്ത് വെച്ചിട്ട് ചോദിക്കണ്ടേ, എന്നെ നിനക്ക് ഇഷ്ടമാണോ? അപ്പോൾ അലീന ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ട് പക്ഷേ എന്ന് പറയാം കേട്ടോ. പക്ഷേയോ? ആ സമയത്ത് പെട്ടെന്ന് കൃഷ്ണമോൾ അങ്ങോട്ട് അലീന ചേച്ചി എന്ന് വിളിച്ചുകൊണ്ട് വരുക. പെട്ടെന്ന് ഇവർ ആ കൈ അങ്ങ് തട്ടി മാറ്റുക കേട്ടോ. അപ്പോഴേക്കും പെട്ടെന്ന് കൃഷ്ണമോളല്ലേ ആള്. എന്തായിരുന്നു ഇവിടെ? കൊള്ളാം, ഞാൻ വന്നത് നിങ്ങൾ ശല്യമായോ? ശല്യമായി. ഞങ്ങളിവിടെ സ്വകാര്യമായിട്ട് ചില കാര്യങ്ങൾ പറയായിരുന്നു. എല്ലാം നീ കലക്കി. പിന്നെ എൻ്റെ അലീന ചേച്ചിയെ കൊല്ലപ്പള്ളിയിലേക്ക് അടിച്ചു മാറാന്ന് വിചാരിക്കണ്ട കേട്ടോ. അങ്ങനെ ഞാൻ വിട്ട് തരില്ല. കൃഷ്ണമോളെ വേണ്ട കേട്ടോ എന്നിങ്ങനെ കൃഷ്ണയോട്. പിന്നെ അങ്കിൾ എവിടെയും ചോദിക്കുക, അച്ഛനോട് സംസാരിക്കാമെന്ന് പറയാം കേട്ടോ. എന്നിട്ട് അലീനയും മനുവും കൂടെ പരസ്പരം കണ്ണും ഇങ്ങനെ കൈമാറിയിട്ട് അവരൊരു ചിരിയൊക്കെ പാസ്സാക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞ് ഗംഗാധരൻ മേളിലെത്തിയിട്ടുണ്ടല്ലോ. അവിടെ ചെന്നിട്ട് ബാലചന്ദ്രനോട് നല്ല ഉപദേശം കൊടുക്കുകയാണ്. ബാലേന്ദ്ര, വൈജ ഹോസ്പിറ്റലിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ നീ അവളോട് കുറച്ചും കൂടെ മയത്തിൽ പെരുമാറണം. അവളെ പ്രകോപിപ്പിക്കുന്ന രീതിയിലൊന്നും സംസാരിക്കരുത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പിന്നെ നിങ്ങളുടെയൊക്കെ സാരോപകാശങ്ങളും വചനങ്ങളൊക്കെ തരുന്നുണ്ട്. ഞാൻ എന്താ ചെയ്യേണ്ടത് ഇനി? ഉപദേശങ്ങൾ മാത്രം പോരല്ലോ. നിനക്ക് വൈജിയോട് ക്ഷമിച്ചൂടെ? ബാലചന്ദ്രൻ ചോദിക്കുക. ഞാൻ എവിടെ പോയി ക്ഷമിക്കാനാ? അഹങ്കാരത്തിൻ്റെ അങ്ങ് കൊടുമുടിയിൽ നിൽക്കുന്ന അവളോട് ഞാൻ എവിടെ പോയി ക്ഷമിക്കും? ക്ഷമിക്കാൻ തയ്യാറുള്ളവൾ എന്താ? അങ്ങനെയുള്ളവൾ എൻ്റെ കാല് പിടിച്ച് തയ്യാറാവണം അല്ലേ? പക്ഷേ അവളങ്ങനെയല്ല. നമ്മൾ അങ്ങോട്ട് പോയി കാല് പിടിക്കണം. അല്ല, ഞാൻ വൈജിയോട് സംസാരിക്കാം. നിങ്ങൾ എന്ത് സംസാരിക്കാൻ? ബാലചന്ദ്രൻ എല്ലാ സത്യങ്ങളും അറിഞ്ഞു. നീ അയാളുടെ കാലിൽ പോയി എല്ലാം മാപ്പ് പറയണം എന്നൊക്കെ നിങ്ങൾ പോയി പറയുമോ? നിമിഷം ഭർത്താവ് ഉദ്യോഗം അവൾ മാപ്പ് പറഞ്ഞ് ഇറങ്ങിപ്പോവും. അല്ല, ഞാൻ അങ്ങനെയല്ല ബാലചന്ദ്രൻ ഉദ്ദേശിച്ചത്. അവൾ അങ്ങനെ ചെയ്യുന്നൊരു ആളല്ല. ഓടി വന്ന് കാലിൽ വീഴുന്നവളും അല്ല വൈജ. അതെനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ നിങ്ങൾ പറഞ്ഞതുപോലെ അവളും ഈ ബന്ധം മുറിച്ച് കളയേ ഉള്ളൂ. പിന്നെ എന്തർത്ഥത്തിലാണ് നിങ്ങൾ ചോദിച്ചത് ക്ഷമിച്ചുകൂടെയെന്ന്? അങ്ങനെയല്ല ബാലചന്ദ്ര, ഒരു കുടുംബമാണ് തകർന്നത്. ആയിരിക്കാം, പക്ഷേ എന്നെ ചതിച്ചത് 23 വർഷം വഞ്ചിച്ച് എൻ്റെ കൂടെ ജീവിച്ചവളാണ്. എന്നിട്ടതെല്ലാം മറന്ന് അവളുടെ കാൽക്കൽ ചെന്ന് അപേക്ഷിക്കണമെന്നാണോ? അങ്ങനെയല്ല. കുറച്ചുകൂടെ നയത്തിലും മയത്തിലുമൊക്കെ ഒരു അനുരഞ്ജനത്തിനുള്ള വഴി എനിക്ക് പട്ടിയില്ല. ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അതിനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടേനെ. അനുരഞ്ജനം പോലും എനിക്കതിന് സാധിക്കില്ല. ചതിക്കപ്പെട്ടത് ഞാനാണ്. പക്ഷേ അവൾ ആശുപത്രിയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ചുകൂടെയൊക്കെ മാറ്റം വരുമായിരിക്കും. പിന്നെ മാറും, അവൾ കുറേ മാറും. ഒന്നീ ഡിവോഴ്സ് ചെയ്യാനും, അല്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യണത്? അല്ലെങ്കിൽ അവൾ തിരിച്ച് എന്നോട് ചെയ്യണം. കൈയും കാലും അനക്കാൻ വയ്യ. എന്നിട്ട് കിടന്ന കിടപ്പിലാണ് മലമൂത്ര വിസർജനം. എന്നിട്ടും അഹങ്കാരത്തിന് അങ്ങറ്റത്ത് മനസ്സിലാലോചിക്കായിരിക്കും കുടുംബ കോടതിയിൽ പോയാൽ എങ്ങനെ ഈ കേസ് അവസാനിപ്പിക്കാമെന്നായിരിക്കും. ഏത് സമയത്താണ് ജനിച്ച് കിണലേ നിങ്ങൾക്ക് ഇതുപോലൊരു സാധനം എന്നും പറഞ്ഞു. അവളെ കോടതിയിലോട്ട് വരട്ടെ. നിങ്ങൾ 3 ആങ്ങളമാരും സാക്ഷിയായിട്ട് വരണം. അമ്മയും കൂടി പിടിച്ചോ. പക്ഷേ എനിക്കൊരൊറ്റ സാക്ഷി മതി, അലീന. അത് മാത്രം മതി. വാ, കാണിച്ചു തരുന്നുണ്ട് ഞാൻ. അങ്ങനെയല്ല ബാലചന്ദ്ര, ഒരു കുടുംബമാണ്, അത് തകർന്നു പോവും. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ പറയുന്നത്. നിൻ്റെ ഉള്ളിൽ ഇത്രമാത്രം പകയുണ്ടോന്നോ? ഉണ്ട്.
അത്രമാത്രം ഉണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ല, കാണാൻ പോകുന്നതേ ഉള്ളൂ, എരിഞ്ഞടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. ഇനി ഒരു വാക്ക് ഞാൻ നിങ്ങളോട് പറയാം, ഞാനായിട്ടൊരു ദ്രോഹത്തിനും ഇനി അവളോട് പോകത്തില്ല. പക്ഷേ അവളുടെ നാശം അവൾ തന്നെ കണ്ടെത്തും. അവളുടെ ശവക്കുഴി അവൾ തന്നെ തോണ്ടും, എന്നിട്ട് അവൾ തന്നെ തിരിച്ചാടും. ഞാൻ വെറുതെ ഇരുന്ന് കൊടുത്താൽ മതി. ഇതാണ് ഇനി നടക്കാൻ പോകുന്നത്. എനിക്കിനി ഒന്നും പറയാനില്ല ബാലജിത, ഞാൻ തിരിച്ചു പോവാണ്. യാത്ര പറഞ്ഞിട്ട് പോകാമെന്ന് കരുതി. ശരി, എന്നാൽ പിന്നൊരു കാര്യമുണ്ട്. പോയാലും അധികം വൈകാതെ പെങ്ങൾ തന്നെ തിരിച്ചിങ്ങോട്ട് വിളിച്ച് വരുത്തിക്കൊള്ളും. അലീനെ അവിടെ കാപ്പിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതെല്ലാം കഴിച്ചിട്ട് വേണം പോവാൻ. പെങ്ങളുടെ മകളാണെന്നുള്ളൊരു ചിന്ത എപ്പോഴും ഓർമ്മ വേണം എന്നിങ്ങനെ പറയാട്ടോ. അതും കേട്ട് അന്തം വിട്ട് ഇങ്ങനെ തിരിഞ്ഞ് നോക്കുകയാണ് നമ്മൾ ഗംഗാധരൻ. ഇതൊക്കെ തന്നെയാണ് എപ്പിസോഡ്. ഡീറ്റെയിൽഡ് എപ്പിസോഡുമായി വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.